മണിയൂർ ചെല്ലട്ടുപോയിൽ ജനകീയ വായനശാല ആൻഡ് ഗ്രന്ഥാലയം റിപ്പബ്ലിക് സദസ്സ് സംഘടിപ്പിച്ചു. ചടങ്ങ് തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. അഷറഫ് ഉദ്ഘാടനം ചെയ്തു. ഈ ഭരണഘടന സംരക്ഷണം, ഭരണഘടനയോട് നിങ്ങൾക്ക് യോജിക്കാം വിയോജിക്കാം, പക്ഷേ ലോകത്ത് ഒരുപാട് രാജ്യങ്ങളുടെ നല്ല അംശങ്ങൾ കൂട്ടിച്ചേർത്ത് 1946 ജനുവരി മുതൽ 49 ജനുവരി വരെ ഒരു 3 വർഷക്കാലം ഭഗീരഥ പ്രയത്നം അയർലൻഡ് മുതൽ അമേരിക്ക വരെയുള്ള രാജ്യങ്ങളുടെ ഓരോ നല്ല ഗുണങ്ങൾക്ക് ഭരണഘടന ഉണ്ടാക്കി. അത് സംബന്ധിച്ച് വിമർശനമൊക്കെ ഉണ്ട്. വിമർശനം ഏത് കാര്യത്തെ ആകാം, ഗാന്ധിജിയെക്കുറിച്ച് പോലും വിമർശനമാകാം എന്ന പക്ഷക്കാരാണ്. പക്ഷെ അതിൻ്റെ അടിസ്ഥാന മൂല്യം, ഉദാഹരണത്തിന് ജനാധിപത്യത്തിന് ഇന്നത്തെ ഗതി എന്താ? നമ്മളിപ്പോൾ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഒരു ഘട്ടം വരെ നമ്മൾ ജനാധിപത്യത്തിൻ്റെ ജനാധിപത്യം തള്ളിപ്പറയുന്ന ചില വശങ്ങൾ എടുത്തു കാണിച്ചിട്ടുണ്ട്. ഇവിടെ അടിയന്തരാവസ്ഥ, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ എടുത്തു കാണിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഒരു പ്രതീക്ഷയായി ജനാധിപത്യം നിലനിന്നു. ഇപ്പം ജനാധിപത്യം ഇല്ല. ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 തൂണുകൾ എന്ന് ഞാൻ പറയും. 4 ദ്രവിച്ച് മണ്ണായി പോയിട്ടുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതി, ഇപ്പം ഞാൻ പറഞ്ഞ സുപ്രീം കോടതി എന്ന് പറയുന്ന സംവിധാനം പൊതുജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയുള്ളതാണ്. എല്ലാവരും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് പിരിഞ്ഞ ആളുകൾ തന്നെ, അല്ലെങ്കിൽ ജഡ്ജിമാർ തന്നെ പത്രസമ്മേളനം ഒന്നിച്ച് നടത്തി പറയുന്നത് ഏറ്റവും അവസാനം അവരെ നിയമനം പൂർണ്ണമായും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പരിധിക്ക് വരുന്ന രൂപത്തിലേക്ക് മാറ്റിക്കൊട്ടി. ഞാൻ പറയുന്നതാണ്. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ നിഷ്പക്ഷ സ്വഭാവം വേണ്ട. ഇപ്പോൾ ഇവിടെ വന്ന വിധികൾ, നിങ്ങൾ ഒറ്റ ഉദാഹരണം പറഞ്ഞ 5 മിനിറ്റ് മുമ്പ് വിധിയാ ബാബറി മസ്ജിദ് വിധി സംബന്ധിച്ച് എന്താണ് ഉദാഹരണം? ആ വിധി മറ്റെന്തോ ആട്ടെ, വിധി പറഞ്ഞ ആളുകൾ പിന്നീട് എന്തായി? ഇന്ത്യ രാജ്യത്തെ പിരിഞ്ഞതിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വരും. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കേസാണ് ഇന്നത്തെ ആഭ്യന്തരമന്ത്രിയൊക്കെ ഞാനിതിന് വിശദീകരിച്ചു പ്രതികളായ കേസുകൾ. ആ കേസിൽ വിധി പറഞ്ഞ ആളുകളെ വിധി എന്താ? ഒരു ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിൽ രഞ്ജൻ ഗൊഗോയിയല്ലോ ഇപ്പോൾ MP ആണ്, രാജ്യസഭ മെമ്പറാണ്, എല്ലാവർക്കും അറിയാം. വിധി പറഞ്ഞ താല്പര്യാനുസരണം വിധി പറഞ്ഞ എല്ലാവരും ഇന്ത്യ രാജ്യത്തെ പ്രധാനപ്പെട്ട കാര്യം. ആ അർത്ഥത്തിൽ ജുഡീഷ്യറി എന്തായി? ജുഡീഷ്യറി പ്രതീക്ഷയില്ലെന്ന് ഞാൻ പറയുന്നില്ല, വലിയ തിരിച്ചടി ആ രംഗത്ത് നേരിട്ടു. ഗ്രന്ഥാലയം പ്രസിഡന്റ് KP രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി PC പ്രകാശൻ സ്വാഗതം പറഞ്ഞു. അഡീഷണൽ ഗവൺമെന്റ് പ്രീഡർ അഡ്വക്കേറ്റ് EV ലിജീഷ്, റിസോഴ്സ് പേഴ്സൺ P ബാബു എന്നിവർ സംസാരിച്ചു. നമ്മുടെ റിപ്പബ്ലിക്ക് 77 വർഷം പൂർത്തിയാക്കുന്നത് എന്നത് ലോകത്തിൻ്റെ ചരിത്രത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ്. സ്വാതന്ത്ര്യത്തിൽ നിന്ന് റിപ്പബ്ലിക്കിലേക്കുള്ള ദൂരം അത്ര എളുപ്പമല്ല, തീരെ ചെറുതുമല്ല. 2 നൂറ്റാണ്ട് കാലം നാം നടത്തിയ സ്വാതന്ത്ര്യ സമരം പോലെ തന്നെ ശ്രമകരമായിരുന്നു നമ്മുടെ രാജ്യം ഒരു റിപ്പബ്ലിക്കാക്കി മാറ്റാനുള്ള ശ്രമവും. എങ്ങനെയാണ് ഒരു രാജ്യം റിപ്പബ്ലിക്കായി മാറുന്നത് എന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ഉദാഹരണങ്ങൾ നമുക്കുണ്ട്. പക്ഷെ നമ്മുടെ റിപ്പബ്ലിക്കിന് ചില സവിശേഷതകളുണ്ട്. നമ്മുടെ റിപ്പബ്ലിക്ക് മറ്റ് റിപ്പബ്ലിക്കുകളെ പോലെയല്ല. നമ്മുടെ റിപ്പബ്ലിക്കിൽ ജനങ്ങളാണ് പരമാധികാരി. നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെ സവിശേഷത അതൊരു സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ മതനിരപേക്ഷ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കാണ്. ഇത്രയും സവിശേഷതകളുള്ള ഈ റിപ്പബ്ലിക്കിനെ എങ്ങനെയാണ് നമ്മൾ രൂപപ്പെടുത്തിയെടുത്തത് എന്ന പഠനം ചരിത്രം ആവശ്യപ്പെടുന്ന ഒരു പഠനം തന്നെയാണ്. എക്സിക്യൂട്ടീവ് മെമ്പർ KK നിജീഷ് നന്ദി പറഞ്ഞു. കണ്ണൂർ സർവകലാശാലയിൽ നിന്നും നരവംശാസ്ത്രത്തിൽ PhD നേടിയ A മനോജ് കുമാറിനെ അഡ്വക്കേറ്റ് EV ലിജീഷ് ചടങ്ങിൽ വെച്ച് പൊന്നാടയണിയിച്ച് ആദരിച്ചു. വരയുത്സവം ചിത്രരചനാ ശില്പശാലയിൽ കുട്ടികൾ വരച്ച ചിത്രങ്ങൾ ഉൾപ്പെടെ 100-ൽ പരം ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു. ചിത്രരചനാ മത്സരത്തിൽ അംഗനവാടി, LKG, LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടിയ കുട്ടികൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. അഷറഫ് സമ്മാന വിതരണം നടത്തി. HS വിഭാഗം, LKG വിഭാഗം, ദാരു വിഭാഗം. അഡ്വക്കേറ്റ് EV ലിജീഷ് രചിച്ച ഭരണഘടന, ഭാഷ, പൗരത്വം എന്ന പുസ്തകം
ഗ്രന്ഥശാലയ്ക്ക് വേണ്ടി ഗ്രന്ഥകാരനിൽ നിന്നും ടി കെ അഷ്റഫ് ഏറ്റുവാങ്ങി.